ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ ഞാൻ എണീച്ചു ഇന്റേൺഷിപ്പിന് പോകാൻ. 8:30 ആയപ്പോൾ ഞാൻ എണീച്ചു. അപ്പം തന്നെ ഞാൻ കുളിച്ചു. ഞാൻ തലയൊക്കെ ഇന്ന് വാഷ് ചെയ്തു, ബിക്കോസ് എന്റെ ഹെയർ വാഷ് ഡേ ആയിരുന്നു. പിന്നെ ഞാൻ ഒരുങ്ങി. പിന്നെ ഞാൻ എന്റെ ഫുഡും കഴിച്ചു. അന്നത്തെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടായതുകൊണ്ട് എനിക്ക് മരുന്നും ഉണ്ട് എല്ലാ ദിവസവും രാവിലെ കഴിക്കേണ്ട ആഫ്റ്റർ ഫുഡ്. പിന്നെ ഇന്ന് എനിക്ക് എന്റെ ഓഫീസിൽ തന്നെയാണ് പണി, കമനള്ളിയിൽ. എനിക്ക് HSR പോകണ്ട, എനിക്ക് നാളെ പോയാൽ ഫ്രണ്ടിനെ പോകണ്ടേ ഓൾട്ടർനേറ്റീവ് ആയിട്ട്. ഇപ്പൊ ഇന്റേൺഷിപ്പിന് പോകുന്നതുകൊണ്ട് നേരത്തെ ഉറങ്ങും, നേരത്തെ എണീക്കും. അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാം പോകുന്നു. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ഇറങ്ങി. എനിക്കൊരു 10:30 ആയപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ എത്തി. ഇന്നെന്റെ ഓഫീസിൽ പണി അറിയത്തില്ല, പക്ഷെ സാറ് പറയും. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഓഫീസ്. ഞാനിരിക്കുന്ന ബെഞ്ച്, ഞാനത് സാർ ഇരിക്കുന്ന ബെഞ്ച്. പിന്നെ ഇതാണ് എൻ്റെ ഓഫീസ് ലൈക്ക് മൊത്തം. പിന്നെ ഇങ്ങോട്ട് കുറേ സ്ഥലമുണ്ട്, ഡൈനിങ് റൂം ആൻഡ് വാഷ്റൂം. ഓഫീസിലൊക്കെ നല്ല രസമുണ്ട് കാണാൻ, AC ഉണ്ട്. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാനൊരു നമ്പറിൽ വിളിച്ചു, എന്നിട്ട് എനിക്ക് CV അയച്ചു കൊടുക്കാൻ പറഞ്ഞു. CV അയച്ചു കൊടുത്തു, എന്നിട്ട് എന്നെ സെലക്ട് ആക്കി. അവിടെ എനിക്ക് വലുതായിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചു എത്ര എക്സ്പെൻസിൽ എഞ്ചിനൊക്കെ ആവുമെന്ന് എഴുതി വെക്കാമെന്ന് ഇന്റേൺഷിപ്പ് ചെയ്ത്. അങ്ങനെ 5 വീക്സ് ആകുമ്പോൾ അന്ന് 30 ഡേയ്സ് ഇന്റേൺഷിപ്പ് കഴിയുന്നത്, എക്സ്ക്ലൂഡിങ് സൺഡേ. സോ അങ്ങനെയാണെങ്കിൽ 30 ഡേയ്സ് ആവും. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് 30 വർക്കിംഗ് ഡേയ്സ് ആണ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ഊബറിന്റെയും ഫുഡിന്റെ ഒക്കെ എക്സ്പെൻസ് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഇത് മാത്രമായിട്ട് 10K ആവും. എനിക്ക് ഇതല്ലാതെ വേറെ എക്സ്പെൻസ് ഉണ്ട്, ലൈക്ക് ഡിന്നറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. ഇതിലെന്ന് ഉദ്ദേശിച്ചത് ബ്രെഡും അല്ലെങ്കിൽ പാലും വാങ്ങിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എൻ്റെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഫോൺ വെറുതെ ഇരുന്ന് കാണുന്ന പോലെ ഞാൻ വെച്ച് ബുക്ക് വാങ്ങിക്കാമെന്ന്. എന്നിട്ട് ഞാൻ ലഞ്ച് കഴിച്ചു. ലഞ്ച് ഞാൻ താഴെ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ട് ഡൈനിങ് റൂമിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചു. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചത്. അതിന്റെ ബാക്കി ഇച്ചിരി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിളിച്ച് വീട്ടിൽ വന്ന് ഡിന്നറായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മാക്സിമം ലാഭിക്കാൻ നോക്കണം. അതുകൊണ്ട് 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. പിന്നെ ചായയും കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിരിച്ച് തുണി എടുത്തോണ്ട് വന്നിട്ട് അതെല്ലാം മടക്കി തിരിച്ച് അലമാര എടുത്ത് വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് എടുത്ത് കഴിച്ചു. ഞാൻ മൊത്തം തീർത്തി വട്ടം. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു. ഞാൻ പനിയായിരുന്നപ്പോൾ വാങ്ങിച്ച മാങ്ങ. എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടും പിന്നെ മുറിക്കാൻ അറിയാത്തതുകൊണ്ടും ഞാൻ അത് ലാഗ് അടിച്ചിരിക്കുമായിരുന്നു അത് കട്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ പിന്നെ ഇതെല്ലാം കഴിച്ചു. ഈ മാങ്ങയുടെ സീഡ് എൻ്റെ അച്ഛനും അല്ലെങ്കിൽ അനിയനും മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു എൻ്റെ അമ്മ. അതുകൊണ്ട് കണ്ടോ എൻ്റെ അമ്മ, എനിക്ക് കഴിക്കാൻ പറ്റും. ഞാൻ മൊത്തം തീർത്തു. കുറേ നാളെ ശേഷം ഞാൻ മാങ്ങ കഴിക്കുന്നത്. പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മാങ്ങ കഴിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത്രയുള്ള ഈ വീഡിയോ. ബൈ ബൈ.